ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരാ ഗുരുർ സാക്ഷാൽ പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നമസ്കാരം. 2026 ഏപ്രിൽ 26 മുതൽ മെയ് 2 വരെ, അതായത് മലയാള വർഷം 1201 ആണ്ട് മേടം 13 മുതൽ 19 വരെയുള്ള വാരഫലമാണ് പറയാൻ പോകുന്നത്. ആദ്യമായി മേടക്കൂറിൻ്റെ ഫലങ്ങളാണ്. അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യപാദം എന്നീ നക്ഷത്രങ്ങളാണ് മേടക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ ആദ്യത്തിനും ധനസ്ഥാനത്ത് ശുക്രനും സഹോദരസ്ഥാനത്ത് വ്യാഴവും വ്യയസ്ഥാനത്ത് കുജനും ശനിയും വ്യയസ്ഥാനത്തും ജന്മത്തിലുമായി ബുധനും സഞ്ചരിക്കുന്ന സമയമാണ്. പലതരത്തിലുള്ള രോഗങ്ങളും സഞ്ചാരക്ലേശവും ഉണ്ടാകാനിടയുണ്ട്. ദുഃഖം, ശത്രുനാശം, ശയനസുഖം എന്നിവ അനുഭവത്തിൽ വരും. അഗ്നി, ആയുധം, വാഹനം എന്നിവ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. ധനനഷ്ടവും ഉഷ്ണരോഗവും ഉണ്ടാകാനിടയുണ്ട്. ഇഷ്ടജനങ്ങളെ പിരിഞ്ഞിരിക്കേണ്ടതായ അവസ്ഥ വന്നേക്കാം. കുടുംബസൗഖ്യമുണ്ടാകും. മനസ്വസ്ഥത കുറയും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണു പ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്തതായി ഇടവക്കൂറിൻ്റെ ഫലങ്ങളാണ്. കാർത്തിക മുക്കാൽ, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യത്തെ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഇടവക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ ശുക്രനും ധനസ്ഥാനത്ത് വ്യാഴവും ലാഭസ്ഥാനത്ത് ശനിയും കുജനും ലാഭസ്ഥാനത്തും വ്യയസ്ഥാനത്തുമായി ബുധനും വ്യയസ്ഥാനത്ത് രവിയും സഞ്ചരിക്കുന്ന സമയമാണ്. സർവകാര്യസിദ്ധിയും ഐശ്വര്യവും ഉണ്ടാകും. മൃഷ്ടാന്ന ലാഭവും ദാമ്പത്യ സൗഖ്യവും പ്രതീക്ഷിക്കാം. ശത്രുശല്യം കുറയും. ധനപരമായ മെച്ചമായിരിക്കും. ഭയം, ദുഃഖം, മൃഷ്ടാന്നലാഭം, ശയനസുഖം എന്നിവ പ്രതീക്ഷിക്കാം. തൊഴിൽ രംഗത്ത് അസ്വസ്ഥതകൾക്ക് സാധ്യത. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ദേവീപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മിഥുനക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകേരം അവസാനത്തെ പകുതി, തിരുവാതിര, പുണർദം മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് മിഥുനക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ വ്യാഴവും കർമ്മസ്ഥാനത്ത് കുജനും ശനിയും കർമ്മസ്ഥാനത്തും ലാഭസ്ഥാനത്തുമായി ബുധനും ലാഭസ്ഥാനത്ത് സൂര്യനും വ്യയസ്ഥാനത്ത് ശുക്രനും സഞ്ചരിക്കുന്ന സമയമാണ്. രോഗശമനം ഉണ്ടാകും. വസ്ത്രലാഭം, ഭയം, ദുഃഖം, ശത്രുനാശം എന്നിവ ഉണ്ടാകാനിടയുണ്ട്. തൊഴിൽ അലസത വർദ്ധിക്കും. തൊഴിൽ രംഗത്ത് കലഹങ്ങൾക്ക് സാധ്യത. ദാമ്പത്യ സൗഖ്യം ഉണ്ടാകും. ധനപരമായ കാര്യങ്ങളിൽ എടുത്തുചാട്ടം ഒഴിവാക്കുക. അപ്രതീക്ഷിത മാർഗങ്ങളിലൂടെയുള്ള ധനാഗമത്തിന് സാധ്യത കാണുന്നു. സ്ഥാനഭ്രംശവും മാനഭംഗവും ഉണ്ടാകാനിടയുണ്ട്. ദോഷപരിഹാരാർത്ഥം മഹാവിഷ്ണു പ്രീതി, ഭദ്രകാളി പ്രീതി, ധർമ്മശാസ്ത്ര പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കർക്കിടകക്കൂറിൻ്റെ ഫലങ്ങളാണ്. പുണർദം അവസാന പാദം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് കർക്കിടകക്കൂറിലുള്ളത്. ഇവർക്ക് വ്യയസ്ഥാനത്ത് വ്യാഴവും ഭാഗ്യസ്ഥാനത്ത് കുജനും ശനിയും ഭാഗ്യസ്ഥാനത്തും കർമ്മസ്ഥാനത്തുമായി ബുധനും കർമ്മസ്ഥാനത്ത് സൂര്യനും ലാഭസ്ഥാനത്ത് ശുക്രനും സഞ്ചരിക്കുന്ന സമയമാണ്. ധർമ്മപ്രവൃത്തികൾ തടസ്സം നേരിടും. ജീവിത പങ്കാളിക്ക് സാമ്പത്തിക പ്രയാസങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. സുഖഭോജനവും ബന്ധുസമാഗമവും ഉണ്ടാകും. യാത്രാക്ലേശവും തൊഴിൽ തടസ്സവും പ്രതീക്ഷിക്കാം. വാതരോഗങ്ങൾ അലട്ടാനിടയുണ്ട്. സന്താന ദുഃഖത്തിന് സാധ്യത. അർത്ഥനാശവും കാര്യതടസ്സവും ഉണ്ടാകും. മാനക്ഷയം, വസ്ത്രലാഭം, ഭയം, ദുഃഖം എന്നിവ ഉണ്ടാകാൻ ഇടയുണ്ട്. ആഴ്ച മധ്യത്തോടെ കർമ്മരംഗത്ത് പുരോഗതി ദൃശ്യമാകും. ദോഷപരിഹാരാർത്ഥം മഹാവിഷ്ണു പ്രീതി, ഭദ്രകാളി പ്രീതി, ധർമ്മശാസ്ത്ര പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ചിങ്ങക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകം, പൂരം, ഉത്തരത്തിൻ്റെ ആദ്യപാദം എന്നീ നക്ഷത്രങ്ങളാണ് ചിങ്ങക്കൂറിലുള്ളത്. ഇവർക്ക് ലാഭസ്ഥാനത്ത് വ്യാഴവും അഷ്ടമത്തിൽ കുജനും ശനിയും അഷ്ടമത്തിലും ഭാഗ്യസ്ഥാനത്തുമായി ബുധനും ഭാഗ്യസ്ഥാനത്ത് സൂര്യനും കർമ്മസ്ഥാനത്ത് ശുക്രനും സഞ്ചരിക്കുന്ന സമയമാണ്. മനോദുഃഖങ്ങൾ വർദ്ധിക്കാനിടയുണ്ട്. ശയനസുഖം, കർമ്മതടസ്സം, വസ്ത്രലാഭം, ഭയം എന്നിവയ്ക്ക് സാധ്യത കാണുന്നു. ധനനാശവും ശത്രുശല്യവും ഉണ്ടാകാനിടയുണ്ട്. സന്താന ഗുണം ഉണ്ടാവും. വസ്ത്രാഭരണാദി ലാഭം ഉണ്ടാകാനിടയുണ്ട്. തൊഴിൽ രംഗത്ത് പ്രതിസന്ധികൾ ഉടലെടുക്കാം. ആരോഗ്യം ശ്രദ്ധിക്കുക. ദോഷപരിഹാരാർത്ഥം ഭദ്രകാളി പ്രീതി, ധർമ്മശാസ്ത്ര പ്രീതി, ശിവപ്രീതി, മഹാലക്ഷ്മി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കന്നിക്കൂറിൻ്റെ ഫലങ്ങളാണ്. ഉത്രം മുക്കാൽ, അത്തം, ചിത്തിരയുടെ ആദ്യത്തെ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് കന്നിക്കൂറിലുള്ളത്. ഇവർക്ക് കർമ്മസ്ഥാനത്ത് വ്യാഴവും കളത്രസ്ഥാനത്ത് കുജനും ശനിയും കളത്രസ്ഥാനത്തും അഷ്ടമത്തിലുമായി ബുധനും അഷ്ടമത്തിൽ സൂര്യനും ഭാഗ്യസ്ഥാനത്ത് ശുക്രനും സഞ്ചരിക്കുന്ന സമയമാണ്. എല്ലാ കാര്യത്തിലും മന്ദതയും വഴിതടസ്സവും ഉണ്ടാകും. അവിചാരിതമായ ധനലാഭം ഉണ്ടാകാനിടയുണ്ട്. തൊഴിൽ രംഗത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. സ്വജനവിരോധം, മനോദുഃഖം എന്നിവയ്ക്ക് സാധ്യത കാണുന്നു. കാര്യതടസ്സം, വസ്ത്രലാഭം, ശയനസുഖം, മാനക്ഷയം എന്നിവ ഉണ്ടാകാം. സർക്കാരിൽ നിന്നോ മറ്റധികാരികളിൽ നിന്നോ അപ്രിയമായ നടപടികൾ ഉണ്ടാകാനിടയുണ്ട്. ദോഷപരിഹാരാർത്ഥം മഹാവിഷ്ണു പ്രീതി, ഭദ്രകാളി പ്രീതി, ധർമ്മശാസ്ത്ര പ്രീതി, ശിവപ്രീതി എന്നിവ വരുത്തുക. അടുത്ത തുലാക്കൂറിൻ്റെ ഫലങ്ങളാണ്.
ചിത്തിര അവസാനത്തെ പകുതി, ചോതി, വിശാഖം മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് തുലാക്കൂറിലുള്ളത്. ഇവർക്ക് ഭാഗ്യസ്ഥാനത്ത് വ്യാഴവും ശത്രുസ്ഥാനത്ത് കുജനും ശനിയും ശത്രുസ്ഥാനത്തും കളത്രസ്ഥാനത്തുമായ ബുധനും കളത്രസ്ഥാനത്ത് സൂര്യനും അഷ്ടമത്തിൽ ശുക്രനും സഞ്ചരിക്കുന്ന സമയമാണ്. ശാരീരിക അധ്വാനം വർദ്ധിക്കും. രക്തസ്രാവം ഉണ്ടാകാനിടയുണ്ട്. ശയനസുഖം, മാനക്ഷയം, ബന്ധുസമാഗമം, അമിതമായ ചെലവ് എന്നിവയ്ക്ക് സാധ്യത കാണുന്നു. രോഗശമനം ഉണ്ടാകും. ഉന്നതന്മാരുടെ പ്രീതി ലഭിക്കും. ഭാഗ്യവർദ്ധനവ് അനുഭവപ്പെടും. ദാമ്പത്യ സൗഖ്യം ഉണ്ടാകും. കാര്യവിജയവും ശത്രുനാശവും പ്രതീക്ഷിക്കാം. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ദേവീപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് വൃശ്ചികക്കൂറിൻ്റെ ഫലങ്ങളാണ്. വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് വൃശ്ചികക്കൂറിലുള്ളത്. ഇവർക്ക് അഷ്ടമത്തിൽ വ്യാഴവും പുത്രസ്ഥാനത്ത് കുജനും ശനിയും പുത്രസ്ഥാനത്തും ശത്രുസ്ഥാനത്തുമായ ബുധനും ശത്രുസ്ഥാനത്ത് സൂര്യനും കളത്രസ്ഥാനത്ത് ശുക്രനും സഞ്ചരിക്കുന്ന സമയമാണ്. മനപ്രയാസം വർദ്ധിക്കാനിടയുണ്ട്. ഉദരരോഗങ്ങൾക്ക് സാധ്യത. സ്ത്രീകൾ നിമിത്തം ഉപദ്രവങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. യാത്രാക്ലേശം വർദ്ധിക്കും. ഉപാസനാദികൾക്ക് മുടക്കം നേരിടും. ഉചിതമല്ലാത്ത ചിന്തകൾ മനസ്സിനെ അലട്ടും. സർക്കാർ ഗുണാനുഭവങ്ങൾ, ബന്ധുസമാഗമം, കാര്യതടസ്സം എന്നിവയ്ക്ക് സാധ്യത കാണുന്നു. ധനലാഭവും ആഗ്രഹ സാഫല്യവും ഉണ്ടാകും. ദോഷപരിഹാരാർത്ഥം മഹാവിഷ്ണു പ്രീതി, ഭദ്രകാളി പ്രീതി, ധർമ്മശാസ്ത്ര പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ധനുക്കൂറിൻ്റെ ഫലങ്ങളാണ്. മൂലം, പൂരാടം, ഉത്രാടം, ആദ്യപാദം എന്നീ നക്ഷത്രങ്ങളാണ് ധനുക്കൂറിലുള്ളത്. ഇവർക്ക് കളത്രസ്ഥാനത്ത് വ്യാഴവും സുഖസ്ഥാനത്ത് കുജനും ശനിയും സുഖസ്ഥാനത്തും പുത്രസ്ഥാനത്തുമായ ബുധനും പുത്രസ്ഥാനത്ത് സൂര്യനും ശത്രുസ്ഥാനത്ത് ശുക്രനും സഞ്ചരിക്കുന്ന സമയമാണ്. കിടപ്പു രോഗികൾക്ക് രോഗം വർദ്ധിക്കാനിടയുണ്ട്. ഭയം, സർക്കാർ ഗുണാനുഭവങ്ങൾ, ബന്ധുസമാഗമം, അമിതമായ ചെലവ് എന്നിവ ഉണ്ടായേക്കാം. സ്ഥാനഭ്രംശവും ബന്ധുക്കളെ കൊണ്ട് ദുഃഖവും അനുഭവപ്പെടും. സന്താനഗുണം ഉണ്ടാകും. ധനസ്ഥിതി മോശമാകാനിടയില്ല. കുടുംബത്തിലെ സ്ത്രീകളുടെ ശത്രുത നേരിടേണ്ടതായി വന്നേക്കാം. ജീവിത പങ്കാളിക്ക് അരിഷ്ടത ഉണ്ടാകും. സുഖഹാനി പ്രതീക്ഷിക്കാം. ദോഷപരിഹാരാർത്ഥം ഭദ്രകാളി പ്രീതി, ധർമ്മശാസ്ത്ര പ്രീതി, ശിവപ്രീതി, മഹാലക്ഷ്മി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മകരക്കൂറിൻ്റെ ഫലങ്ങളാണ്. ഉത്രാടം മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യത്തെ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് മകരക്കൂറിലുള്ളത്. ഇവർക്ക് ശത്രുസ്ഥാനത്ത് വ്യാഴവും സഹോദരസ്ഥാനത്ത് കുജനും ശനിയും സഹോദരസ്ഥാനത്തും സുഖസ്ഥാനത്തുമായ ബുധനും സുഖസ്ഥാനത്ത് സൂര്യനും പുത്രസ്ഥാനത്ത് ശുക്രനും സഞ്ചരിക്കുന്ന സമയമാണ്. സഹായികളുടെ സഹകരണം വർദ്ധിക്കും. അഭീഷ്ടസിദ്ധി ഉണ്ടാകും. സന്താന ദുഃഖവും ധനസമൃദ്ധിയും പ്രതീക്ഷിക്കാം. ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ബന്ധുസമാഗമവും യാത്രാഗുണവും ഉണ്ടാകും. കാര്യവിജയം പ്രതീക്ഷിക്കാം. ശയനസുഖം, സ്വാതന്ത്ര്യക്കുറവ്, സർക്കാർ ആനുകൂല്യങ്ങൾ എന്നിവ അനുഭവത്തിൽ വന്നേക്കാം. അഗ്നി, ആയുധം, വാഹനം എന്നിവ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. ദാമ്പത്യ സൗഖ്യം കുറയും. ദോഷപരിഹാരാർത്ഥം മഹാവിഷ്ണു പ്രീതി, ശിവപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കുംഭക്കൂറിൻ്റെ ഫലങ്ങളാണ്. അവിട്ടം അവസാനത്തെ പകുതി, ചതയം, പൂരിട്ടാതി മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് കുംഭക്കൂറിലുള്ളത്. ഇവർക്ക് പുത്രസ്ഥാനത്ത് വ്യാഴവും ധനസ്ഥാനത്ത് കുജനും ശനിയും ധനസ്ഥാനത്തും സഹോദരസ്ഥാനത്തുമായ ബുധനും സഹോദരസ്ഥാനത്ത് സൂര്യനും സുഖസ്ഥാനത്ത് ശുക്രനും സഞ്ചരിക്കുന്ന സമയമാണ്. ആരോഗ്യപുഷ്ടി ഉണ്ടാകും. അനുഭവഗുണം വർദ്ധിക്കും. ആയുധം കൊണ്ട് മുറിവ് പറ്റൽ, സർക്കാർ ഗുണാനുഭവങ്ങൾ, ബന്ധുസമാഗമം എന്നിവ ഉണ്ടാകാനിടയുണ്ട്. ഭാഗ്യക്കുറവും ധനനാശവും പ്രതീക്ഷിക്കാം. സജ്ജന സംസർഗം കൊണ്ട് മനസ്സിന് ആശ്വാസം ലഭിക്കും. വാഹന ശയനസുഖം പ്രതീക്ഷിക്കാം. വിദ്യാതടസ്സം, നയനരോഗങ്ങൾ എന്നിവ ഉണ്ടാകാനിടയുണ്ട്. സംസാരം നിയന്ത്രിക്കുക. ദോഷപരിഹാരാർത്ഥം ഭദ്രകാളി പ്രീതി, ധർമ്മശാസ്ത്ര പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മീനക്കൂറിൻ്റെ ഫലങ്ങളാണ്. പൂരിട്ടാതി അവസാന പാദം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ് മീനക്കൂറിലുള്ളത്. ഇവർക്ക് സുഖസ്ഥാനത്ത് വ്യാഴവും ജന്മത്തിൽ കുജനും ശനിയും ജന്മത്തിലും ധനസ്ഥാനത്തുമായി ബുധനും ധനസ്ഥാനത്ത് സൂര്യനും സഹോദരസ്ഥാനത്ത് ശുക്രനും സഞ്ചരിക്കുന്ന സമയമാണ്. ദേഹപീഡയും ധനനഷ്ടവും ഉണ്ടാകും. ശയനസുഖം, മൃഷ്ടാന്ന ലാഭം, കാര്യതടസ്സം, സ്വാതന്ത്ര്യക്കുറവ് എന്നിവ അനുഭവപ്പെടും. മനോദുഃഖവും സ്വജനവിരഹവും അനുഭവത്തിൽ വരാനിടയുണ്ട്. സംസാര നിമിത്തം ദോഷങ്ങൾക്ക് സാധ്യത. ബന്ധുഗുണം കുറയും. അനുഭവഗുണം വർദ്ധിക്കും. അന്യദേശ യാത്രകൾ വേണ്ടി വന്നേക്കാം. ദോഷപരിഹാരാർത്ഥം മഹാവിഷ്ണു പ്രീതി, ഭദ്രകാളി പ്രീതി, ധർമ്മശാസ്ത്ര പ്രീതി എന്നിവ വരുത്തുക.